നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് കിടക്കാം. 3 ദിവസത്തെ കണ്ടിന്യൂസ് റാലിക്ക് ശേഷം ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് IT സ്റ്റോക്കുകളിൽ വലിയൊരു സെൽ ഓഫ് കണ്ടതുകൊണ്ട്, എസ്പെഷ്യലി HCL ടെക് പോലുള്ള കമ്പനി 10% ഫോൾ നടത്തിയത് കൊണ്ട് ഇന്നലെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്ത ഒരു മാർക്കറ്റാണ് നമുക്ക് കിട്ടിയത്. IT ഇൻഡെക്സ് തന്നെ 1200 പോയിന്റിൻ്റെ ഒരു ഫോൾ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ത്രൂ ഔട്ട് ഡേ US ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ പോസിറ്റീവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ US മാർക്കറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. എന്നാലോ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഫർദറായിട്ട് ഒന്ന് ഇടിഞ്ഞു ഒരു 100 പോയിന്റിൽ താഴെയാണ് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും ഇപ്പോൾ നിഫ്റ്റി ട്രേഡിങ് തുടരുന്നത്. ഇറാനായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്ക് പോകുകയാണെങ്കിൽ, ഈ ഒരു സീസ് ഫയർ പ്രഖ്യാപിച്ചതിന് ശേഷവും ഇറാൻ അവിടുത്തെ മാരിടൈം നിയമങ്ങൾ പാലിച്ചില്ല എന്നുള്ള കാരണം കൊണ്ട് 2 ഷിപ്പുകൾക്ക് നേരെ ഫയർ ചെയ്തു. ഒരു ഷിപ്പ് ഇറാൻ തീരത്തേക്ക് കൊണ്ടുപോയി. അത് ബ്രിട്ടൻ ബേസ് ആയിട്ടുള്ള ഷിപ്പാണ് എന്നുള്ളതൊക്കെയാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. എന്നാൽ നെഗോഷിയേഷൻ കാര്യങ്ങളും ഒരു സൈഡിൽ കൂടെ അത് നടക്കുന്നുണ്ട്. അത് മേ ബി ഏത് നിമിഷവും അതിൻ്റെ 2ാം ഘട്ട ചർച്ചകളൊക്കെ പുനരാരംഭിച്ചേക്കാം. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഒരു ഇറാൻ്റെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ കിട്ടിയ പുതിയൊരു അപ്ഡേറ്റ്. ഇനിയിപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. ആദിത്യ ബിർള, സൺ ലൈഫ്, അദാനി എനർജി സൊല്യൂഷൻ, കൂടാതെ തന്നെ ചോയ്സ് ഇൻ്റർനാഷണൽ, CIE ഓട്ടോമോട്ടീവ്, സിയൻഡ്, ഹിമാദ്രി സ്പെഷ്യാലിറ്റി കമ്പനി, IEX, ഇൻഫോസിസ്, അങ്ങനെയുള്ള ടാറ്റ ക്യാപിറ്റൽ തുടങ്ങിയ കമ്പനീസിൻ്റെ എല്ലാം തന്നെ, സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ടുകളെല്ലാം തന്നെ ഇന്ന് വരുന്നുണ്ട്. കൂടാതെ ഇന്നലെ റിസൾട്ട് വന്ന കമ്പനീസിനെ എല്ലാം തന്നെ റിസൾട്ട് ഇന്ന് റിഫ്ലക്റ്റ് ചെയ്യും. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $4744, സിൽവർ $78, ബിറ്റ്കോയിൻ 78,000, ബ്രന്റ് ഓയിൽ സ്പൈക്ക് ചെയ്ത് 100-ന് മുകളിൽ പോയി 102, നാച്ചുറൽ ഗ്യാസ് 2.7, നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 24,250. നമുക്ക് ഉണ്ടായിരുന്ന ക്ലോസിങ്ങിൽ നിന്ന് താഴെയാണ്. ഡോ ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചറും നെഗറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിങ് തുടരുന്നു. ഏറ്റവും താഴേക്ക് നോക്കുകയാണെങ്കിൽ കാണാം നാസ്ഡാക്കും ഡോയും ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു. ഇത് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളാണ്. ഇൻഫോസിസ് ഇന്നലെ അവിടെ 4% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. HDFC ബാങ്കും ഇടിവിൽ തന്നെയാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. ഇത് നമ്മുടെ ബിറ്റ്കോയിൻ്റെ ചാർട്ടാണ്. ബിറ്റ്കോയിൻ ഇപ്പോൾ 78,209 സ്പോട്ടുള്ളത്. ചാർട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഇതിൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണുകളെല്ലാം തന്നെ കൃത്യമായിട്ടത് ഏറെക്കുറെ അത് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിറ്റ്കോയിൻ നമുക്ക് ഇന്ത്യൻ ബ്രോക്കർ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാം. ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യൻ ബ്രോക്കർ ഉപയോഗിച്ച് നമുക്ക് ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ITR ഫയൽ ചെയ്യാം, ലോസ് എല്ലാം തന്നെ ക്യാരി ഫോർവേഡ് ചെയ്യാം. അങ്ങനെയുള്ള കൂടെ INR നമുക്ക് പൈസ അങ്ങോട്ട് ഇടാം. വേറെ ട്രാൻസാക്ഷൻ ഈ US ഡോളറൊക്കെ ആയിട്ടൊന്നും ചേഞ്ച് ആക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഉപയോഗപ്പെടുത്താം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, ട്രെൻഡ്. കമ്പനി നെറ്റ് പ്രോഫിറ്റ് 30% ഉയർന്നു, 455 കോടി രൂപ. കമ്പനി 1:2 റേഷ്യോയിൽ ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, 6 രൂപ ഡിവിഡൻറ്റും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഒറാക്കിൾ ഫിനാൻസ് കമ്പനി 38% ക്വാർട്ടർ പ്രോഫിറ്റ് ഉയർന്നു. SBI ലൈഫ് നെറ്റ് പ്രോഫിറ്റ് 1% ഇടിവ് രേഖപ്പെടുത്തി. എന്നാൽ നെറ്റ് പ്രീമിയം 16% ഉയർന്നു. ടാറ്റ കമ്മ്യൂണിക്കേഷൻ കമ്പനി ഈ തവണ നെറ്റ് പ്രോഫിറ്റ് 74% ഇടിവാണ് റിപ്പോർട്ട് ചെയ്തത്. ഇൻഫോസിസ് OpenAI ആയിട്ട് പുതിയ AI ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. L&T ടെക്നോളജി നെറ്റ് പ്രോഫിറ്റ് 7% ഉയർന്നു. ഭാരത് ഇലക്ട്രോണിക്സ് 569 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. എവർ റെഡ് ഇൻഡസ്ട്രീസ് ഇവരുടെ ബാറ്ററി ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഇവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി അവർ വികസിപ്പിക്കുന്നു. ഡൈനാമാറ്റിക് ടെക്നോളജി കമ്പനി ഡിഫൻസ് ടെക്നോളജി ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ഇൻഡിഗോ ഇവർ ഡെൽറ്റ ടെക്നോപ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് കോഡ് ഷെയറിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ഡെൽറ്റ കോർപ്പ് കമ്പനി കാസിനോ ബിസിനസ് ചെയ്യുന്ന കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 90% ഇടിവ് രേഖപ്പെടുത്തി. സോഡിയാക് എനർജി കമ്പനി സാംബിയയിൽ നിന്ന് അവർക്ക് $3.29 മില്യൺ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്.
നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ബ്രന്റ് ഓയിൽ 100 കടന്നു. ഇപ്പോൾ ഒരു കാര്യം കൂടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ, നിഫ്റ്റിയുടെ സ്പോട്ടും ഒരേ രീതിയിൽ വർക്ക് ചെയ്യുന്നത്. ഫ്യൂച്ചർ ഹയർ പ്രൈസിലല്ല. അപ്പോൾ കോഷിസാവ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. വൈകിട്ട് കാണാം. താങ്ക് യു ഓൾ.